പാകിസ്ഥാനിൽ നടക്കുന്ന പ്രതിഷേധങ്ങളെ പിടിച്ചുകെട്ടാൻ കഴിയാതെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും സൈനിക മേധാവി അസീം മുനീറും വീണ്ടും പാക് സർക്കാരിന്റെ ഭരണ പരാജയത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. തെക്കൻ പാകിസ്ഥാൻ ഭാഗത്ത് താലിബാൻകാരുടെ ആക്രമണമാണ് എങ്കിൽ ലാഹോർ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ ടെഹരിക്ക് ലബായക് എന്ന ഭീകര സംഘടനയുടെ ഗാസയ്ക്കെതിരെയുള്ള പ്രതിഷേധമാണ് അരങ്ങേറുന്നത്. ലാഹോറും കറാച്ചിയിലും ഗാസ മാർച്ചുകൾ സംഘടിപ്പിച്ചുകൊണ്ട് പട്ടാളവുമായി ഏറ്റുമുട്ടുന്ന TLP ആകട്ടെ അസീം മുനീറിനും ഷഹബാസ് ഷെരീഫിനും ഒരേപോലെ തന്നെ തലവേദനയാകുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇതിന് സമാന്തരമായി തന്നെ താലിബാനും പാക് സൈന്യവും തമ്മിൽ ശക്തമായ ഏറ്റുമുട്ടൽ തെക്കൻ പാകിസ്ഥാൻ പ്രദേശമായ ഹെൽമണ്ട് പ്രവിശ്യയിൽ നടക്കുകയാണ്. അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ വ്യോമാക്രമണം നടത്തിയ പാകിസ്ഥാനെതിരെ ശക്തമായ തിരിച്ചടിയായിരുന്നു താലിബാൻ സൈന്യം നൽകിയത്. അതുപോലെ താലിബാൻ ആക്രമണത്തിൽ 58 പാക് സൈനികർ കൊല്ലപ്പെട്ടുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. നിരവധി പാക് പട്ടാളക്കാർക്കാണ് പരിക്കേറ്റത്. അതിശക്തമായ താലിബാൻ തിരിച്ചടിയിൽ നിരവധി പാക് സൈനികർ അവരുടെ സൈനിക പോസ്റ്റിൽ നിന്നും ഓടി രക്ഷപ്പെടുന്ന വീഡിയോ അടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചരിച്ചിരുന്നു. പാക് സൈന്യത്തിന്റെ ദൗർബല്യം വെളിവാക്കുന്നത് തന്നെയായിരുന്നു ഈ ഒരു ഭീരു പ്രകടനമെന്നതും വ്യക്തമാകുന്നു. താലിബാനെ നേരിടാൻ സൗദിയുടെ സഹായം പാകിസ്ഥാൻ തേടിയിട്ടുണ്ടെങ്കിൽ പോലും അത് നിഷേധിക്കുകയായിരുന്നു ഉണ്ടായതെന്നും, അതായത് ഈ ഒരു ആവശ്യം കിരീടാവകാശിയായ മുഹമ്മദ് ബിൻ സൽമാൻ ആകട്ടെ നിഷേധിക്കുകയാണ് ചെയ്തത്.